ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഷെയ്ഖുന എം.ടി. ഉസ്താദ് മൂളൂർ ശിഷ്യകൂട്ടായ്മ അണിയിച്ചൊരുക്കിയ ചിന്താദർപ്പണം എന്ന ഈ മഹത്തായ പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു പ്രധാന വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാടുകളിലൊക്കെ നിരവധി ആളുകൾ ദൈനംദിനം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ വേണ്ടതുപോലെ പലപ്പോഴും നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഏതായാലും റബ്ബ് തആല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ നാടുകളിൽ മയ്യിത്ത് മറവ് ചെയ്യുന്ന സമയത്ത് ഖബർ കുഴിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ വേണ്ടതുപോലെ ദീനീബോധമുള്ള ആളുകളായിക്കൊള്ളണമെന്നില്ല. പല നാടുകളിലും ഇന്ന് തമിഴ്നാടുകളിൽ നിന്നൊക്കെ വരുന്ന അണ്ണന്മാരായ ആളുകളെ കൊണ്ട് പോലും ഖബർ കുഴിക്കുന്ന അവസ്ഥകളുണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷയം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഓരോ നാടുകളിലും ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അനന്തര കർമ്മങ്ങളൊക്കെ വേണ്ടതുപോലെ അഥവാ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ ആ നാട്ടുകാരായ ആളുകൾ ബാധ്യസ്ഥരാണല്ലോ. ആ മനുഷ്യൻ മരിച്ചു, ആ മനുഷ്യൻ്റെ മയ്യിത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും, ആ മയ്യിത്ത് ചുമന്ന് കൊണ്ടുപോകലും, ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകലും, മയ്യിത്ത് നിസ്കരിക്കലും, മയ്യിത്ത് മറമാടലും, ഈ വിഷയങ്ങളൊക്കെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിലൊക്കെ പലപ്പോഴും വീഴ്ചകൾ നമുക്കിടയിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് മയ്യിത്ത് മറമാടലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മറ്റൊന്നുമല്ല, മയ്യിത്ത് ഖബറിൽ വെച്ച് കഴിയുമ്പോൾ മയ്യിത്തിനെ കിബില കൊള്ളെ ചെരിച്ചു കിടത്തൽ നിർബന്ധമാണ്. അത് പലപ്പോഴും ഖബർ കുഴിക്കുന്ന ആളുകളും അറിവുള്ള ആളുകളും തമ്മിൽ പല സ്ഥലങ്ങളിലും വാഗ്വാദം നടക്കുന്ന ഒരു വിഷയമാണ്. മയ്യത്തിനെ ചെരിച്ചു കിടത്തണം എന്ന് പറയുമ്പോൾ അവർ പറയും, ഞങ്ങളിത് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇങ്ങനെ തന്നെ കടത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാഗ്വാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഖബറിലേക്ക് ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ അത് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടോ മയ്യത്തിനെ നിർബന്ധമായിട്ടും ചെരിച്ചു കിടത്തേണ്ടതുണ്ട്. അങ്ങനെ ചെരിച്ചു കിടത്താതെ മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ ആ ഖബർ തുറന്ന് വീണ്ടും ആ മയ്യത്തിനെ ചെരിച്ചു കിടത്തേണ്ടതുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം നമുക്ക് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കണം. ഓരോ വ്യക്തികളും തൻ്റെ കൂടപ്പിറപ്പുകൾ, തൻ്റെ ബന്ധുക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണോ ഖബർ കുഴിക്കുന്ന ആളുകൾ ഖബറിലേക്ക് മയ്യിത്ത് വെക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.